ഹലോ ഗൈസ്, എന്ത് ചൂടാണല്ലേ. പാലക്കാട് എന്തായാലും നല്ല ചൂടാണ്. ഈ ചൂടത്ത് നമുക്ക് ചിക്കൻ കറി വെച്ചാലോ. വെറും ചിക്കൻ കറിയല്ല, പാലക്കാടിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി, കുമ്പളങ്ങയും ചിക്കനും. അതിന് വൃത്തിയാക്കിയ ചിക്കനിക്ക് മുളകും മല്ലിയും വറുത്തതും മഞ്ഞപ്പൊടി ഉപ്പും പാടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ അതിലോട്ട് കുറച്ച് കുമ്പളങ്ങയും അരിഞ്ഞിട്ടിടുക. കുമ്പളങ്ങ ഇടുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ഇടാവൂ, ഇല്ലെങ്കിൽ കുമ്പളങ്ങ കറിയിൽ ചിക്കൻ ഇട്ട പോലെ ആവും. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി, ചട്ടി വയ്ക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, ഉള്ളി ഇടുന്നു. ഉള്ളി ഇട്ട് കുറച്ച് ഉപ്പും പാടെ ഇട്ടാൽ വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, അത് നല്ലപോലെ മൂത്ത് വരണം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഗൈസ്. പിന്നെ അത് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തക്കാളി, ഇതിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ള, ഒരു തക്കാളി 2 സവോള, എന്നിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ടാണ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത്. ഇത് വേണേൽ എല്ലാം പാടെ വെട്ടിക്കൂട്ടി കുക്കറിൽ വെക്കാം, പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പാടെ ആഡ് ചെയ്ത് പാകത്തിന് വെള്ളം എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ച് അങ്ങോട്ട് അടച്ച് വെക്കുക ഗൈസ്. ഒരമണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ മതിയായിരിക്കും. ബട്ട് ഇങ്ങനെ കുമ്പളങ്ങ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ അത് നല്ല വെന്തങ്ങ് പോകുന്നില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിലെ കുമ്പളങ്ങ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇതിലെ കുമ്പളങ്ങ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറി കഴിച്ചു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.